ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പൊട്ടിപ്പോയ റോബിക്സ് ക്യൂബ് എങ്ങനെ ശരിയാക്കാമെന്നുള്ളതാണ്. ഇത് റോബിക്സ് ക്യൂബാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇളകിപ്പോകുമ്പം ഇതിനകത്ത് 6 കളേഴ്സാണ്. അതൊരിക്കലും ഇളകിപ്പോത്തില്ല, അത് ഫിക്സ്ഡാണ്, ഇളകിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ 6 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ശരിയാക്കുന്നത്. ഇതെങ്ങനെ ശരിയാക്കാമെന്നുള്ളതിൽ പോവാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ശരിയാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 2 ഷേപ്സ് ആണ്. ഒരു റോബിക്സ് ക്യൂബിൻ്റെ അകത്ത് അടിയിൽ 2 ഷേപ്സ് ആണ്. ഇത് കോർണറും ഇത് കോർണറിൽ വരുന്ന ഷേപ്പാണ്. അതിന് 3 കളേഴ്സാണ്, കണ്ടോ? യെല്ലോ, ഗ്രീൻ, റെഡ്. പക്ഷേ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പോകുന്നതാണ്, എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലുള്ളതാണ്. അതിന് 2 കളേഴ്സ് കാണും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഓറഞ്ചാണ്. ഓറഞ്ച് വെച്ചു. അപ്പം ആദ്യം നമ്മൾ കോർണറല്ല ഫില്ല് ചെയ്യുന്നത്, ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്യൂബ്സാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് വരുന്ന കളേഴ്സ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഓറഞ്ചും യെല്ലോയാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഓറഞ്ചും യെല്ലോയും വരുന്ന പാർട്ടാണ് നോക്കുന്നത്. കോർണറല്ല ഈ സ്ട്രെയിറ്റ് പോകുന്ന ക്യൂബ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഓറഞ്ചും യെല്ലോയും വരുന്നത്. അതിനകത്ത് 2 കളേഴ്സേ ഉള്ളൂ. ആ 2 കളേഴ്സിലും ഓറഞ്ചും യെല്ലോയും വരുന്നതാണ്. ഓറഞ്ചും യെല്ലോയും. ഇവിടെ വേറെ കളറില്ല. ഇത് കവർ ചെയ്യും. ഇത് വൈറ്റ് അല്ല കേട്ടോ, ഇത് ഓറഞ്ചും യെല്ലോയും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓറഞ്ച് ആ സെൻറ്ററിൽ ഇതാണ് മെയിൻ ഓറഞ്ച്. ആ ഓറഞ്ചിൻ്റെ അടുത്ത് അതേ കളർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ റോബിക്സ് ക്യൂബ് ശരിയായിട്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓറഞ്ചും ഇവിടെ യെല്ലോയും ഫില്ല് ചെയ്യും. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ രീതിയിൽ ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോഴത്തേക്കും ഇത് അപ്പോഴത്തേക്ക് ഓരോരോ ഇവിടെ നിന്നൊക്കെ ഇളകിപ്പോകും. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാം. പിന്നെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് ഓറഞ്ചാണ്. ഓറഞ്ചും റെഡും ആണ് ഈ സൈഡിൽ വന്നിരുന്നത്. അപ്പോൾ ഓറഞ്ചും റെഡും ചെയ്യാം. ഓറഞ്ച് റെഡും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓറഞ്ചിൻ്റെ അടുത്ത് ഓറഞ്ച്, റെഡിൻ്റെ അടുത്ത് റെഡ്. ഈ മെയിൻ കളർ വെച്ചാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ പിടിച്ചു കൊടുക്കണം. കാരണം ഇതെപ്പം വേണം, ഇതങ്ങ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഈ പാടാണ്. അപ്പം നമ്മൾ അത് ചെയ്തു. ഇനി നമുക്ക് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലൈനിലുള്ള ചെയ്യുന്നില്ല. ഈ റോയിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ കോർണർ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഇത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത കളറിലോട്ട് നമുക്ക് പോവാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടി ഈസി ആവും. അടുത്ത യെല്ലോ ആണ്. അപ്പോൾ യെല്ലോയും ബ്ലൂ ഉള്ള കളറാണ് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാം നമ്മൾ കോർണറല്ല ചെയ്യുന്നത് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻസിലുള്ളതാണ്. യെല്ലോയും ബ്ലൂ ഉള്ള കിട്ടി. ഇതെല്ലാം അവിടോട്ട് ഇട്ട് കൊടുക്കും. ഇവിടോട്ട് ഇട്ടെടുക്കുമ്പോൾ 3, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. ഇനി അടുത്ത കളറിലോട്ട് പോകാം. ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്ത 2 ഉണ്ട്. 2 കളേഴ്സ് ഫിൽഡാണ്. അടുത്തതിന് ബ്ലൂവും റെഡും ആണ് ഉണ്ടോയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഉള്ള കളേഴ്സ് ഇതാണ് ബ്ലൂ, റെഡ്. ഇവിടെ റെഡ്, ഇവിടെ ബ്ലൂ. ബ്ലൂവിൻ്റെ അടുത്ത് ബ്ലൂ, റെഡിൻ്റെ അടുത്ത് റെഡ്. ഒക്കെ ചെയ്തു. അപ്പം നോക്കുക, ഈ ഒരു ലെയറാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ലെയർ കംപ്ലീറ്റ് ആകാം.
നമ്മൾ ഹൊറിസോണ്ടൽ നമ്മൾ അടുത്ത ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കോർണർ എടുക്കുന്നില്ല. ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ളത് തന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് അതിനകത്താണ് നമ്മൾ കോർണർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്ട്രെയിറ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ വൈറ്റും യെല്ലോയും ആണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റും ബ്ലൂ എടുക്കാം, വൈറ്റും റെഡ് എടുക്കാം. നിങ്ങൾ റൂബിക്സ് ക്യൂബ് അങ്ങനെയാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. വൈറ്റും ബ്ലൂ ഇട്ടിട്ടുണ്ട്. ഇത് വൈറ്റ് ബ്ലൂ. അപ്പം ആ രീതി ഒട്ടിച്ചു കൊടുക്കാം. ഏത് റൂബിക്സ് ക്യൂബിലായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ റൂബിക്സ് ക്യൂബിലാണിത്. അടുത്തത് ബ്ലൂവും ഗ്രീനും കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ അത് ഇങ്ങനെ വെച്ചിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നേരെ തന്നെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇത് നേരെ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം യെല്ലോ അല്ല ബ്ലൂവും ഗ്രീനും ചെയ്തിട്ട് ഇനി ഗ്രീനും ഓറഞ്ചും ആണോ നമ്മൾ നോക്കുന്നത്. ഗ്രീനും ഓറഞ്ചും കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യാം. നോക്കുമ്പോൾ ഓറഞ്ചും വൈറ്റും ആണ് ഇനി ചെയ്യേണ്ടത്. ഓറഞ്ചും വൈറ്റും കിട്ടി. ഓറഞ്ചിൻ്റെ അടുത്ത് ഓറഞ്ചും വൈറ്റിൻ്റെ അടുത്ത് വൈറ്റും നമ്മൾ ചെയ്യും. ഇളവാതെ നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പം ഇളവാൻ ചാൻസ് കുറവാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതുണ്ട്. ഇനി നിങ്ങൾ വയ്ക്കുന്നത് എവിടെയാണ് വരേണ്ടതെന്ന്. ഇത് നമ്മൾ ഇത്രയും നേരം പ്ലസ് രീതിയിലാണ് ചെയ്തത്. പക്ഷെ കുറച്ചെടുത്തൊക്കെ പ്ലസ് ആയിട്ടുള്ളൂ. കണ്ടോ പ്ലസ്. പക്ഷെ ബാക്കിയുള്ള ഈ രണ്ടിടത്തും പ്ലസ് ആയിട്ടുണ്ട്. ഇനി ഈ രണ്ടിടത്തും കൂടി പ്ലസ് ആവണം. അടുത്ത കളർ നോക്കുമ്പം ഞാൻ വീണ്ടും വൈറ്റ് എടുക്കാം. വേണ്ട, എപ്പോഴും വൈറ്റ് എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. റെഡ് എടുക്കാം. റെഡും ഗ്രീനും ആണ്. ഇനി നോക്കാം. റെഡും ഗ്രീനും കോർണർ അല്ല കേട്ടോ ചെയ്യുന്നത്. അടുത്ത ഗ്രീനും യെല്ലോയും കാണാം. ഗ്രീൻ്റെ അടുത്ത് ഗ്രീൻ, യെല്ലോൻ്റെ അടുത്ത് യെല്ലോ. അടുത്ത യെല്ലോയും വൈറ്റും ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ വൈറ്റും റെഡും. ഇനി ലാസ്റ്റ് വരണ്ടേ ഉള്ളൂ വൈറ്റും റെഡും. അപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഒരു റൂബിക്സ് ക്യൂബിൽ പ്ലസ് രീതിയാണ്. ഇതെല്ലാം പ്ലസ് രീതിയിലാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 3 റോ ഉണ്ട്. നിങ്ങൾക്കറിയായിരിക്കും 1 2 3 റോയിൽ ഒരു റോ, അതിൽ സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ് റോ, മിഡിൽ റോ. അത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റും തേർഡ് റോയിലെ ഈ കോർണേഴ്സാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കോർണർ ക്യൂബ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു വെറൈറ്റിക്ക് ഞാൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂവിൻ്റെ കോർണറാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് റോയിലോട്ട് നോക്കാം. അപ്പം ഇതിൽ നോക്കുമ്പം ബ്ലൂവിൻ്റെ അടുത്ത് വരുന്നത് ഗ്രീനും യെല്ലോയും ആണ്. അപ്പോൾ ഗ്രീനും യെല്ലോയും. അപ്പോൾ ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഈ 3 കളേഴ്സ് വരുന്ന ഒരു ക്യൂബാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ചാണ്. ഇത് പറ്റത്തില്ല. ഗ്രീൻ, യെല്ലോ, ബ്ലൂ കിട്ടി. ഇത് സൈഡിലായിരിക്കും ഈ കോർണർ പോലെ വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. ബ്ലൂവിൻ്റെ അടുത്ത് ബ്ലൂ ഇങ്ങനെ ചെയ്യണം. ബ്ലൂവിൻ്റെ അടുത്ത് ബ്ലൂ, യെല്ലോയിൻ്റെ അടുത്ത് യെല്ലോ, ഗ്രീനിൻ്റെ അടുത്ത് ഗ്രീൻ. ഞാൻ ചെയ്യുമ്പോൾ ഒട്ടിച്ചില്ല, ഞാൻ ഫിക്സ് ചെയ്തില്ല, ഒന്ന് കാണിച്ചു തരാം. ഇനി ഇത് ചെയ്യേണ്ട ഒന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തു.
ഇനി അടുത്ത് ഇനി ചെയ്യുന്നത് ഫസ്റ്റ് റോയിൽ ബ്ലൂ ഗ്രീൻ റെഡ് ഈ 3 കളേഴ്സ് എൽ ഷേപ്പിലാണ് കേട്ടോ. ഉണ്ട് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് റോയിൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയി. ഇനി ബ്ലൂ യെല്ലോയും അല്ല ബ്ലൂവും ഗ്രീനും റെഡും ആണെന്ന്. അപ്പോൾ ഓരോരുത്തവരെ റൂബിക്സ് ക്യൂബി ചിലപ്പം എൻ്റെ ഈ ഗ്രീൻ ഉള്ളിടത്ത് ചിലപ്പം യെല്ലോ ആയിരിക്കും വരാം. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് റൂബിക്സ് ക്യൂബാണ് കേട്ടോ. ഒരു ടോയ് റൂബിക്സ് ക്യൂബാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റേ ഒറിജിനൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടില്ല. ഗ്രീൻ ബ്ലൂ അല്ല ഇത് പറ്റുന്നില്ല. കിട്ടി. ബ്ലൂ ഗ്രീൻ റെഡ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് ഫിക്സ് ആയിക്കോളും. ഒരു ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ ഫുൾ ഫിക്സ് ആക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി, സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. ഈ തേർഡ് റോയിലെ കോർണേഴ്സ് നോക്കാം. ഇനി നോക്കണ്ട ബ്ലൂ വൈറ്റ് യെല്ലോ. ബ്ലൂ വൈറ്റ് യെല്ലോ കിട്ടി. ബ്ലൂ വൈറ്റ് യെല്ലോ വരാം. ബ്ലൂ വൈറ്റ് യെല്ലോ ഇങ്ങനെ. ഈ ബ്ലൂ ഇങ്ങനെ ചെയ്യുമ്പം ഈ ബ്ലൂ വരേണ്ട അടുത്ത് ആ കോർണറിൻ്റെ സ്പേസ് ഇത് കയറ്റുമ്പോൾ തന്നെ ബാക്കിയുള്ള കളേഴ്സ് കണ്ടോ ഓർഡറിലായിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അടുത്ത് ബ്ലൂ റെഡ് വൈറ്റ്. ബ്ലൂ റെഡ് വൈറ്റ്. ഒരു വൈറ്റ് അല്ല ഇതല്ല. ബ്ലൂ റെഡ് വൈറ്റ് കിട്ടി. ബ്ലൂ റെഡ് വൈറ്റ് ആ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആയി. ഇനി അടുത്ത ഷേപ്പ് നോക്കാം. അടുത്ത വൈറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ വേറെ കളർ എടുക്കാം. യു ചൂസ്. അപ്പോൾ വൈറ്റും ഇനി നോക്കുന്ന വൈറ്റ് റെഡ് ഓറഞ്ച് കിട്ടി. വൈറ്റ് റെഡ് ഓറഞ്ച്. അപ്പോൾ വൈറ്റിൻ്റെ അടുത്ത് വൈറ്റ് ആയിട്ടാണ്. ഫസ്റ്റ് റോ ആണ് ഞാൻ നോക്കുന്നത്. അല്ല ഫസ്റ്റ് റോ അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് റെഡ് ഓറഞ്ച് ആ രീതിയിൽ വൈറ്റ് റെഡ് ഓറഞ്ച് നമുക്ക് അവിടോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ. ഇനി ഇനി വൈറ്റ് ഓറഞ്ച് യെല്ലോ കിട്ടി. വൈറ്റ് ഓറഞ്ച് യെല്ലോ. ഇനി ഒരു രണ്ടിടത്ത് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ യെല്ലോ ആണ്. യെല്ലോ കിട്ടി. യെല്ലോ ഓറഞ്ച് ഗ്രീൻ. യെല്ലോ ഓറഞ്ച് ഗ്രീൻ ഫിക്സ് ചെയ്യാം. ഇവർ വരണം. ലാസ്റ്റ് ഇത് ഗ്രീൻ ഓറഞ്ച് റെഡ് ആ രീതിയിലോട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ നോക്കുക, പാർട്സ് ആയിട്ട് ഇരുന്ന റൂബിക്സ് ക്യൂബാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഈ ഒരു റൂബിക്സ് ക്യൂബ് നന്നാക്കി. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ റൂബിക്സ് ക്യൂബ് മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഈ ഒട്ടും സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ല, മുട്ടിയിരിക്കുമല്ലോ ഇവിടെ എല്ലാം, ആ ഇച്ചിരി സ്പേസ് ഉണ്ട്. ഈ ടൈപ്പ് റൂബിക്സ് ക്യൂബ് മേടിക്കുമ്പോൾ ഇവിടെ സ്പേസ് ഉള്ളൊരു ടൈപ്പ് റൂബിക്സ് ക്യൂബ് ഉണ്ട്, അത് വേണം ഇനി മേടിക്കുന്നെങ്കിൽ മേടിക്കാം. നമ്മൾ സ്മൂത്ത് ഫങ്ഷനിങ് ആയിരിക്കും.
അപ്പം ഇതാകുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പൊട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ടൈപ്പ് റൂബിക്സ് ക്യൂബിനാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. താങ്ക് യു.